തടഞ്ഞുകെട്ടുന്ന വസ്തുക്കൾ ദുബായ് പോലീസിന് കൈമാറിയാൽ 1.5 ലക്ഷം ദിർഹം വരെ സമ്മാനം ലഭിക്കും. ഇത് സംബന്ധിച്ച പുതിയ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് നിയമത്തിന് UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. പോലീസിന് കൈമാറുന്ന വസ്തുവിന്റെ മൂല്യത്തിന്റെ 10% വരെ പ്രതിഫലം ലഭിക്കാമെന്നും ദുബായ് പോലീസിന്റെ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ വസ്തുക്കൾ ലഭിക്കുന്നവർ 24 മണിക്കൂറിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം നൽകി. 48 മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വസ്തു ഏൽപ്പിക്കണം. ഈ വസ്തുവിന്റെ അവകാശവാദം ഉന്നയിച്ച് 1 വർഷത്തിനുള്ളിൽ ഉടമസ്ഥൻ എത്തിയില്ലെങ്കിൽ നിയമവിധേയമായി കണ്ടെത്തിയ ആൾക്ക് സ്വന്തമാക്കാം. 1 വർഷത്തിന് ശേഷം ഉടമസ്ഥൻ എത്തിയാൽ വസ്തു തിരികെ നൽകുകയും വേണം. ഈ നിയമം ലംഘിച്ചാൽ വസ്തു കണ്ടെത്തിയ ആൾ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും 2 ലക്ഷം ദിർഹം വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണിതെന്നും അധികൃതർ വ്യക്തമാക്കി. അവകാശി എത്താതെ ഇരുന്നാൽ വസ്തു ലേലത്തിൽ വെക്കും. ലേലത്തിൽ വിറ്റുപോയാലും 3 വർഷത്തിനുള്ളിൽ ഉടമസ്ഥൻ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നാൽ അതിന്റെ മൂല്യം നൽകേണ്ടി വരും. പുതിയ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ദിവസം മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. ഡ്രൈവർ ഇല്ലാത്ത റോബോ ടാക്സി സേവനം അബുദാബിയിൽ ആരംഭിച്ചു. ഡ്രൈവർ ഇല്ലാത്ത ഈ ടാക്സികൾ ആധുനിക അൾട്രാ ടെക്നോളജിയുടെ സഹായത്താൽ ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെയായിരിക്കും പ്രവർത്തിക്കുന്നത്. മധ്യപൂർവ്വ വടക്കൻ ആഫ്രിക്ക മേഖലയിൽ റോബോ ടാക്സി സേവനം തുടങ്ങുന്ന ആദ്യ നഗരമാണിത്. വീറൈഡ്, ഊബർ കമ്പനികളാണ് സർവീസ് നടത്തുന്നത്. യാസ് ഐലൻഡ്, സാദിയ തായ്ലൻഡ്, അൽറീം ഐലൻഡ്, അൽമരിയ ഐലൻഡ് എന്നിവിടങ്ങളിലും സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും തിരിച്ചും ഈ സേവനം ലഭ്യമാണ്. ഡ്രൈവറോ വാഹന വിദഗ്ധനോ ഇല്ലാതെ റോബോ ടാക്സി ബുക്ക് ചെയ്താൽ വിളിപ്പുറത്തെത്തും. ലക്ഷ്യസ്ഥാനം പറഞ്ഞുകൊടുത്താൽ കൃത്യമായി എത്തിക്കും. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് വഴി യാത്രാക്കൂലി നൽകാം. ഊബർ കംഫർട്ട്, ഊബർ എക്സ്, ഓട്ടോണോമസ് എന്നീ ആപ്പുകൾ ഉപയോഗിച്ച് ടാക്സി ബുക്ക് ചെയ്യാം. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് സേവനം. ഡിസംബറോടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് സേവനം വിപുലീകരിക്കാനുള്ള പദ്ധതിയിലാണ്. നിലവിൽ മധ്യപൂർവ്വ ദേശത്ത് മാത്രം വീറൈഡിന് 100-ലേറെ റോബോ ടാക്സികളുണ്ട്. റോബോ ടാക്സികൾ ഭാവിയിലെ യാത്രാ സേവന മേഖലയിൽ വലിയ വിപ്ലവമാകുമെന്നാണ് കരുതുന്നത്. സൗദിയിൽ മധുരപാനീയങ്ങൾക്ക് ജനുവരി 1 മുതൽ പ്രത്യേക നികുതി ഏർപ്പെടുത്തുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഇത്തരം പാനീയങ്ങളുടെ ഉപഭോഗം നിരുത്സാഹപ്പെടുത്തുന്നതിലൂടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലുള്ള പഞ്ചസാര കുറയ്ക്കുകയാണ് ലക്ഷ്യം. പുതിയ നയം ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യവസായ ധാതു വിഭവ മന്ത്രി ബന്ദർ അൽ ഖുറൈഫ് അറിയിച്ചു. പഞ്ചസാര കൂടുതലുള്ള പാനീയങ്ങളുടെ നികുതി ഉയർത്തുന്നതാണിത്. വ്യവസായികൾ മുൻകാലങ്ങളിൽ ഉയർത്തിയ പ്രധാന ആശങ്കകളിൽ ഒന്നായിരുന്ന ഈ വിഷയത്തിന് ഇപ്പോൾ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി. പാനീയങ്ങളിലെ പഞ്ചസാര നികുതി പ്രശ്നം പരിഹരിക്കുന്നതിനായി ധനമന്ത്രാലയം, സക്കാത്ത് നികുതി, കസ്റ്റംസ് അതോറിറ്റി, ആരോഗ്യ മന്ത്രാലയം എന്നിവ നടത്തിയ സമഗ്രമായ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. പൊതുജനാരോഗ്യ സംരക്ഷണവും പഞ്ചസാര ഉപഭോഗം കുറയ്ക്കലും ലക്ഷ്യമാക്കി അതേസമയം വ്യവസായങ്ങൾക്ക് പുതുമകളും ഉൽപ്പന്ന വികസനവും നടത്താൻ അവസരം നൽകുന്ന തരത്തിലുള്ള ഒരു സമതുലിത നയം രൂപപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗൾഫ് സഹകരണ കൗൺസിലിന്റെ ധനസാമ്പത്തിക സഹകരണ സമിതിയാണ് കഴിഞ്ഞ മാസം മധുരപാനീയങ്ങൾക്കുള്ള നികുതി ഏർപ്പെടുത്തൽ രീതിയിൽ മാറ്റം വരുത്തിയ തീരുമാനം കൈക്കൊണ്ടത്. NTV UAE to the world.